ഹായ്. ആർട്ടിഫിഷ്യൽ ഫ്ലേവറൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്നൊരു പൈനാപ്പിൾ കേക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമുക്കതിനായിട്ട് വേണ്ടത് ഒരു അരക്കപ്പ് കുനുകുനാ അരിഞ്ഞ പൈനാപ്പിളാണ്. ഇനി സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ള പൈനാപ്പിൾ ചെറിയ പീസാക്കി മാറ്റി മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ച് ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഈ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് സോൾട്ടും ഇട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അധികം കുറുകൊന്നും വേണ്ട, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതേ പാനിലേക്ക് ആദ്യം മാറ്റി വെച്ച പൈനാപ്പിൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവാകുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. കേക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ തന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് എഗ് വൈറ്റിലേക്ക് 3/4 കപ്പ് പഞ്ചസാര 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ എഗ് യോക്ക് 1 ബൈ 1 ആയിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്താ വേണ്ടത്? ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് സോൾട്ട്. ഇത്രയൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചില വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാറ്ററിലേക്ക് ഒഴിക്കുന്നത് പാലിന് പകരം ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ സിറപ്പാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ ബാറ്ററിലേക്ക് ഒഴിച്ച് ബാറ്റർ കൺസിസ്റ്റൻസി നോക്കി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇത് 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ലെയർ ബൈ ലെയറായി ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് കേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത കേക്കാണ്, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് കേക്കിൻ്റെ ടോപ്പ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കളറൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ഒരു കേക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എസൻസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ് ഫ്ലേവറാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ. ബൈ.